സറ്റേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്ര സ്റ്റൈലിലുള്ള പൊട്ടറ്റോ എഗ് ബുർജി. സാധാരണ എഗ് ബുർജിയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഞാനിതിൽ പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പൊട്ടറ്റോ എഗ് ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാനിവിടെ ഏകദേശം 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, നല്ല എരിവുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണ, അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആവശ്യമുണ്ട്. ഞാനിത് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ആവശ്യമുണ്ട്. സോ ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പൊട്ടറ്റോ എഗ് ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഏകദേശം 2 മുതൽ 3 ടീസ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജീരകം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക, സ്ലൈസ് ചെയ്യരുത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ആ മുട്ടയുടെ കൂടെ ഈ സവോളയെല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വലുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ആദ്യം തന്നെ, അതായത് ഇപ്പം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി വഴറ്റുക. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്കതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ലൊരു എരിവാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഈ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എഗ്ഗ് ബുർജി അങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല, കാരണം നമുക്കിത് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. സോ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്നതിനനുസരിച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഉരുളക്കിഴങ്ങ് വെന്ത് ഉടയാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എരിവ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്, പാകത്തിനുണ്ട്. പിന്നെ ഇത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇപ്പോൾ എനിക്ക് ഇത് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്കിത് രണ്ടും ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ഓൾറെഡി മുട്ടയൊക്കെ പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിം ആക്കി വെക്കുക, ലോ ഫ്ലെയിമിൽ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ മുട്ടയൊന്നും അധികം ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഫ്ലെയിം ഇൻക്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 4 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 6 മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 6 എടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അപ്പോൾ മാത്രമേ ആ മുട്ട കറക്റ്റായിട്ട് വെന്തിട്ട് വരുള്ളൂ. നമ്മൾ ആ ഒരു ഡ്രൈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ മുട്ട ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ് 1 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ എഗ്ഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അത് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സതേൺ മെനു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.